എല്ലാവർക്കും നമസ്കാരം. ശ്രുതീസ് ഫാഷനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ബേസിക് സ്റ്റിച്ചുകളാണ്. ക്ലാസ് 4 ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇന്നൊരു ലീഫിൻ്റെ സ്റ്റിച്ചാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് രണ്ട് സൈഡും മാർക്ക് ചെയ്ത്, അത് ആദ്യം ചെയ്യുമ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്ത് വേണം ചെയ്യാൻ. ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ആ മാർക്ക് ചെയ്ത ഭാഗത്ത് ലീഫ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ആദ്യം ലീഫ് ചെയ്യുമ്പോൾ ആ ലീഫിൻ്റെ അറ്റം വരെ റണ്ണിങ് സ്റ്റിച്ചിൽ, അതായത് 0 സ്റ്റിച്ചിലാണ് പോകേണ്ടത്. 0 സ്റ്റിച്ചിൽ പോയിട്ട് പിന്നെ നമ്മൾ സൈഡിൽ വീതി കൂട്ടി കൊടുക്കണം. കാലും കൊണ്ട് നീക്കിയിട്ട് റണ്ണിങ് സ്റ്റിച്ചിൽ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒന്ന് തന്നെ 5ലേക്ക് പോകണം. 5ന്ന് മെല്ലെ കുറച്ചുകൊണ്ട് വരണം. 4 3 2 1 0 അങ്ങനെ പതുക്കെ താഴോട്ട് കൊണ്ടുവരണം. ഒന്നും കൂടി കാണിച്ചു തരാം. ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ചിൽ മുകളിൽ പോകണം. ഒന്ന് തന്നെ 5ലേക്ക് പോയിട്ട് പിന്നെ മെല്ലെ 4 3 2 1 0 അങ്ങനെ ഒന്ന് തന്നെ മുകളിൽ പോയി പിന്നെ മെല്ലെ താഴോട്ട് വരണം. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ സൈഡിലെ നമ്പർ ശ്രദ്ധിക്കാൻ പാടില്ല. നമ്മൾ മുകളിൽ പോകുന്നുണ്ടോ, 5ലേക്ക് പോകുന്നുണ്ടോ, 4ലേക്ക് പോകുന്നുണ്ടോ നോക്കിയിട്ട് ചെയ്യാൻ പാടില്ല. ഇവിടെ നമ്പർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ ഡിസൈൻ ശരിയാവില്ല. അത് കുറച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് വരും, തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. ഇത് ലീഫിൻ്റെ അറ്റം കുറച്ച് ഉരുണ്ടിരിക്കുന്ന പോലത്തെ, കുറച്ച് ഉരുണ്ടിരിക്കുന്ന ഷേപ്പിലുള്ള ലീഫാണ്. ഇനി വേറെ ടൈപ്പിലുള്ള ലീഫുകളുണ്ട്. അത് ഓരോരോ ക്ലാസ്സിലായിട്ട് പഠിക്കാം. എല്ലാം ഒരുമിച്ചും പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് പഠിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. ഓരോന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി. ഇനി മറ്റേ സൈഡിൽ, ഇങ്ങനൊരു സൈഡിൽ ചെയ്യാം. നമ്മൾ ആ ലീഫിൻ്റെ ഷേപ്പ് ചെയ്യുന്നതിനനുസരിച്ച് റിങ്ങും പതുക്കെ നീക്കി കൊടുക്കണം. ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് പോകുമ്പോൾ അതുപോലെ കുറച്ച് നീക്കിയിട്ട് പിന്നെ സ്റ്റിച്ച് ഇടുമ്പോഴും ചെറുതായിട്ട് നീക്കി കൊടുക്കണം. അത് നിങ്ങൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇത് കുറച്ച് വലിയ സൈസിലുള്ള ലീഫാണ്. 5ലോട്ട് പോകുമ്പോൾ കുറച്ച് വലിയ ഷേപ്പ് വരും. ഇനി ഇതിനൊക്കെ കുറച്ച് ചെറുതായിട്ട് ചെയ്യാൻ പറ്റും. 0 to 3 വരെ പോയിട്ട് ചെറിയ ലീഫും ചെയ്യാൻ പറ്റും. അത് ഇപ്പോൾ കാണിച്ചു തരാം ഇത് കഴിഞ്ഞിട്ട്. നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ഈ ലീഫ് ഉപയോഗിച്ച് ഫ്ലവറും ചെയ്യാൻ പറ്റും. ഫ്ലവറിൻ്റെ പെട്ടൽസൊക്കെ ഇതേ ലീഫ് ഷേപ്പിൽ ചെയ്ത ഒരു ഫ്ലവർ ആവും നമുക്ക്. അത് ഞാൻ ഈ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ചെറിയൊരു ഡിസൈനാക്കി കാണിച്ചു തരാം. ഫ്ലവറും ലീഫും ഒരുപോലെ ചെയ്ത് കാണിച്ചു തരാം. ഇനി ചെറിയ ലീഫ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. 0 to 3 വരെ കൊണ്ടുപോയിട്ട് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അത് ഈ ലീഫിൻ്റെ നടുക്ക് ഗ്യാപ്പ് ഉള്ളവിടെ ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും.
ഇപ്പം ഞാൻ 0 to 3 വരെ മാത്രം പോകുന്നുള്ളൂ. 3 2 1 0 അങ്ങനെ. അങ്ങനെയാണ്. സീറോ ടു 5 വരെ പോകുമ്പോൾ അറ്റത്ത് കുറച്ച് വീതിയും കൂടും, ലീഫിൻ്റെ നീളം കുറച്ച് കൂടും. ചെറിയ 0 to 3 ചെയ്യുമ്പോൾ ചെറിയ ലീഫായി ചെയ്യാൻ പറ്റും. ഇനി ഒരു വള്ളിയുടെ ഷേപ്പ് വരച്ചിട്ട് ഞാൻ ചെയ്ത് കാണിക്കാം. നമ്മൾ വള്ളിയൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ വള്ളിയുടെ മുകളിൽ കൂടെ റണ്ണിങ് സ്റ്റിച്ചിൽ പോകണം. 0 സ്റ്റിച്ചിൽ പോയിട്ട് ലീഫ് വരച്ചിട്ട് പിന്നെ വേണം വള്ളീനെ നമ്മൾ ഒരു 1 2 നമ്പറിൽ വെച്ചിട്ട് ആ വള്ളീൻ്റെ മുകളിൽ കൂടെ സ്റ്റിച്ച് ഇട്ടാൽ മതി. ഇങ്ങനെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നൂലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോവും. അത് വല്ലപ്പോഴും ഒരിക്കൽ ഒക്കെ കട്ടാവുന്നതൊക്കെ കോമൺ ആണ്. ഒരുപാട് തവണ കട്ടാവുന്നുണ്ടെങ്കിൽ ആ നൂല് പിന്നെ ഉപയോഗിക്കേണ്ട, വേറെ കമ്പനിയുടെ മേടിച്ച് ഉപയോഗിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ചെയ്ത് കഴിഞ്ഞു, വള്ളിയുടെ ഷേപ്പും ചെയ്ത് കഴിഞ്ഞു. ഇനി ചെറിയൊരു ഡിസൈൻ ആക്കി കാണിച്ചു തരാം. അതിന് വേണ്ടി ഒരു ഡിസൈൻ വരച്ചിട്ടുണ്ട് ഞാൻ. ആദ്യം ഫ്ലവർ ചെയ്തിട്ട് പിന്നെ ലീഫിൻ്റെ ഡിസൈൻ ചെയ്യാം. നമ്മൾ ഫ്ലവർ ചെയ്യുമ്പോൾ ഒരു പെറ്റൽസ് ചെയ്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റുള്ള പെറ്റൽസും ഒരുമിച്ച് തന്നെ ചെയ്യണം. അത് കഴിഞ്ഞാണ് റിംഗ് തിരിക്കേണ്ടത്. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതുപോലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് 0 നമ്പറിൽ നിന്ന് അറ്റം വരെ പോയി അവിടുന്ന് 5 4 3 2 1 0 വന്നു. ഇനി ഓപ്പോസിറ്റ് 0 സ്റ്റിച്ചിൽ വരണം. അത് കഴിഞ്ഞ് പിന്നെയും 5ലോട്ട് കൊണ്ടുപോയി 4 3 2 1 0 ഇങ്ങനെ. അത് കഴിഞ്ഞ് ഇനി പതുക്കെ റിംഗ് തിരിക്കണം. ഇനിയൊരു പെട്ടലും ചെയ്യാം. 5 4 3 2 1 0. അത് കഴിഞ്ഞ് ഓപ്പോസിറ്റ് ഒന്നിനെ 5ലോട്ട് കൊണ്ടുപോകണം. 4 3 2 1 0. ഇനി റിംഗ് തിരിക്കണം. ഇങ്ങനെ ഇതുപോലെയാണ് ഫ്ലവർ ചെയ്യുന്നത്. ഇത് സെയിം അതേ ലീഫാണ്. നമ്മൾ ആ ലീഫ് ചെയ്തില്ലേ, അതേ സ്റ്റിച്ചാണ് ഇതും. അത് കഴിഞ്ഞ് ഇവിടെ ഞാൻ ബട്ടൺ സ്റ്റിച്ച് ഇടുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച ബട്ടൺ സ്റ്റിച്ചാണിത്. അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ലീഫ് ചെയ്യാം. എൻ്റെ ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോയ്ക്കൊരു ലൈക്ക് അടിക്കാനും മറക്കരുത്. അങ്ങനെ എല്ലാ ലീഫും ചെയ്യുന്നുണ്ട്.
ആദ്യം ചെയ്ത പോലെ തന്നെയാണ്. ആദ്യം റണ്ണിങ് സ്റ്റിച്ചിൽ പോകണം, ലീഫ് ചെയ്യണം. അത് കഴിഞ്ഞ് ആ വള്ളീനെ നമ്മൾ 1 നമ്പറിലൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് അടിച്ചാൽ മതി. ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ട് അറിയിക്കാനും മറക്കരുത്. ആ ഫ്ലവറിൻ്റെ നടുക്കൊരു ബട്ടൺ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.